ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു 500 ലൈക്സ് ഒക്കെ ഈ ഒരു വീഡിയോയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കോ. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല, ഒട്ടും റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അത് അവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോയിക്കോളുക. നിങ്ങൾക്ക് പറ്റിയ റീഡിങ്ങുകൾ എടുത്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ട് നിങ്ങൾ മനസ്സിന് വിഷമം ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ പീസ് ഓഫ് മൈൻഡ് ഒക്കെ നഷ്ടപ്പെടാനുള്ള കാര്യങ്ങളോ ഒക്കെ ആ ഒരു വഴിക്കൊക്കെ പോകാതിരിക്കാൻ നിങ്ങളത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് പോയിക്കോളുക, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് 3 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ റിവേഴ്സ്. 3 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോ ആണ് എന്നുള്ളതാണ്. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ട് കഴിയുന്നില്ല. ഒത്തിരി റീസൺസ് പലർക്കും കാണുന്നുണ്ട്. പല റീസൺസ് കൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത്. കൂടുതലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഉണ്ടാകാം, അതും അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഉണ്ടാകാം. പക്ഷെ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളറിയാതെ ഒരുപാട് ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ പെട്ടിട്ടുണ്ടാവണം. അതൊന്നും ചിലപ്പോൾ നിങ്ങളെ അവരെ അറിയിക്കണമെന്ന് ഉണ്ടാവില്ല, നിങ്ങൾ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ സമയത്ത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് സത്യമാണ്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലുള്ള പല വ്യക്തികളെയും നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണാനായിട്ട് വളരെയധികം അവർ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ടാകാം. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് ഈ വ്യക്തി നിങ്ങളെ മറന്നു കാണും, ഈ വ്യക്തി നിങ്ങളുടെ കോണ്ടാക്റ്റിൽ ഇല്ലാത്തത് കാരണം മറ്റു വ്യക്തികളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാകാം, വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം, വേറെ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടാകാം എന്നൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ട് ഈ കൂടുതൽ. പക്ഷെ ആ വ്യക്തിയുടെ ഒരു എനർജി നമുക്ക് ലഭിക്കുന്നത് അവര് എത്ര പ്രശ്നങ്ങൾക്ക് നടുവിലാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളെ അത്രത്തോളം പ്രീഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പലപ്പോഴും അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. കാരണം അവരുടെ ജീവിതത്തിന്റെ സ്ട്രഗിൾസ് അത്രത്തോളമാണ്. അതുകൊണ്ട് തന്നെ ഒരു മെന്റൽ ക്ലാരിറ്റി അവർക്ക് ലഭിക്കുന്നില്ല. അതുപോലെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷെ നിങ്ങളെ ഉപേക്ഷിക്കാനും ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അപ്പൊ അത്തരം ഒരു സിറ്റുവേഷൻ ആണ്. ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ നമുക്കിവിടെ കാണുന്നത് ഈ രീതിയിലാണ്. ചില സമയത്ത് അവർ വളരെ സ്വാഭാവികമായിട്ടുള്ള ക്യാരക്ടർ പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണെങ്കിൽ പെട്ടെന്ന് അവരുടെ ആ ഒരു ക്യാരക്ടർ മാറുന്നതായിട്ട്
നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാകും. പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് നിങ്ങളോട് എടുത്ത് സംസാരിക്കുന്നു, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള, പെട്ടെന്ന് ചില സമയത്ത് ഭയങ്കര സ്നേഹം കാണിക്കുന്നു. അപ്പൊ ആ രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഈ വ്യക്തി പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്ത ചില തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുക. അപ്പൊ അവർക്കൊരു മെന്റൽ സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. അതിനാലാണ് അവർ അങ്ങനത്തെ ആ ഒരു രീതിയിൽ പ്രതികരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അവരുടെ ആ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ പോയ സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുകയാണ്. കാരണം നിങ്ങളോട് അവര് വളരെയധികം ഹാർഡായിട്ട് ഉണ്ടാകണം. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാകണം, ഈ വ്യക്തിയെ ചേസ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം, ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങളെ വളരെ ഹാർഡായിട്ട് തന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ചേസ് ചെയ്തിരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകാം, യാതൊരു കോണ്ടാക്ട്സും ഇല്ലാത്ത രീതിയിലേക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. ഇത് ആ വ്യക്തിയെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്, ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. മേ ബി നേരിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ പോലും മറ്റു വ്യക്തികളിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് എന്നാണ് കാണുന്നത്. എത്ര തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചാലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളും നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ഡീപ്പായിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള പ്രണയം അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഉണ്ട് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. ആക്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത്തരത്തിലുള്ള എനർജീസ് ആണ് നമുക്ക് കൂടുതൽ ഇവിടെ കിട്ടുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്, എങ്കിലും അതൊക്കെ ഒന്ന് ഒഴിവായി പോയതുപോലെ ആണ് കാണുന്നത്. മനസ്സുകൊണ്ട് എപ്പോഴും എത്ര ഡിസ്റ്റൻസിലായിരുന്നാൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ ചിന്തകൾ മാത്രമായിരുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി അവരുടെ ജീവിത സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കറണ്ട് എനർജി അങ്ങനെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ലോകം തന്നെ നിങ്ങളാണ്. അവരുടെ ലൈഫ് തന്നെ ഇത്രയും പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ലൈഫിൽ അവർ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ട ഒരു വ്യക്തി നിങ്ങളാണ്. നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് ഒരിക്കലും കുറയില്ല. ഒരിക്കലും എന്ന് വെച്ചാൽ ഇനി എന്ത് വന്നാലും, ഒരു തേർഡ് പാർട്ടി വന്നാലും എന്ത് വന്നാലും ആ ഒരു അറ്റാച്ച്മെന്റ് ഒരിക്കലും അവർക്ക് ഉപേക്ഷിക്കാനായിട്ട് കഴിയില്ല. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അവർ എപ്പോഴും നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ ഈ ഒരു സമയത്ത് നമുക്കൊരു ക്ലാരിറ്റി ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം സഫർ ചെയ്യുന്ന വ്യക്തികൾ ആയിരിക്കാം, ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരുണ്ടാകാം, എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പിലുള്ളവരുണ്ടാകാം. ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്കിൽ പോലും ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് നേരിട്ട് കാണാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിന്റെ ആഴം കൊണ്ടാണ് ഈ തടസ്സങ്ങളെല്ലാം മാറിപ്പോയിട്ട് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനും നോ കോണ്ടാക്ട്, അതുപോലെ തന്നെ നിങ്ങളും സ്നേഹിക്കുന്നുണ്ടാകും ആ വ്യക്തിയെ. ആ ഒരു സ്നേഹമാണ് നിങ്ങളെ തമ്മിൽ വീണ്ടും യോജിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു റിയൂണിയനിലേക്ക് വരാനും ഒക്കെ ഉള്ള ഒരു വഴി തെളിക്കുന്നത് ആ ഒരു സ്നേഹത്തിന്റെ ആഴം തന്നെയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് ജസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത് യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങളാണ് അവരുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ എന്ന് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.
സെക്കൻഡ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത് ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, അവരുടെ ചിരിയുടെ മറവിൽ അവരവരുടെ വിഷമങ്ങൾ കണ്ണുനീരെല്ലാം ഒളിപ്പിച്ച് പിടിക്കുകയാണ്, ഒളിച്ചു വെക്കുകയാണ് എന്നവർ പറയുകയാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ ഇപ്പോഴും ഈ ഒരു സമയത്തും അവർ ഓർമ്മിക്കുന്നു, ആ ഫസ്റ്റ് കണ്ട ആ ദിവസം അവർ ഓർമ്മിക്കുന്നു എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ഒരു സ്വർഗം, ഈ ഭൂമിയിലെ ഒരു സ്വർഗം നിങ്ങളാണ് എന്ന് പറയുന്നു. ഐ മിസ് യു വെരി ബാഡ്ലി. ഓക്കെ, നിങ്ങളെ വളരെയധികം ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഐ വാണ്ട് ടു സീ യു. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ കാണണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, രാത്രിയും പകലും ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ പേഴ്സൺ ഇവിടെ പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി റീഡിങ്ങിൽ കിട്ടിയതാണ്. ഐ ഗെറ്റ് മാഡ് ഓൺ യു. ഓക്കെ, അവർക്ക് നിങ്ങളെ ഓർത്തിട്ട് വളരെയധികം ഭ്രാന്ത് തോന്നുകയാണ്. ബട്ട് ബിലീവ് മീ, എന്നെ വിശ്വസിച്ചാലും ഐ റിയലി ലവ് യു. നിങ്ങളെ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. ആൻഡ് ഡോണ്ട് വാണ്ട് ടു ലൂസ് യു. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഐ ഫീൽ ദ സെയിം ഫോർ യു. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണോ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ തോന്നുന്നത്, ആ ഒരു സെയിം ഫീലിങ്സ് തന്നെ അവർക്കും തോന്നുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ട്രൂ ലവ് എന്നാണ്. അത് സത്യസന്ധമായ ഒരു സ്നേഹമാണ് എന്ന് കിട്ടുന്നുണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ സി ഇവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എക്സ്, ലെറ്റർ ബി, നമ്പർ 33, ക്രേസി ആയിട്ടുള്ള ആളായിരിക്കാം. നമ്പർ 22, 2004, 1976, മോൾ ഓൺ റൈറ്റ് 6, വലതുവശത്തെ കവിളിൽ മറുകുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. പെറ്റ് ലവേഴ്സ്. ഓക്കെ, ഡാൻസിനോട് താല്പര്യമുള്ള ആളുകളായിരിക്കാം. നമ്പർ 12, ടീച്ചിങ് ഫീൽഡിലുള്ളവരായിരിക്കാം. ഇടുക്കി ഡിസ്ട്രിക്റ്റ് എന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. 777 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ ലെറ്റർ ജി കിട്ടുന്നുണ്ട്. ഓക്കെ, 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ കളർ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗോൾഡൻ കളറിനോട് ഒത്തിരി താല്പര്യമുള്ളത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ കളർ ആയിരിക്കാം ഏറ്റവും ഫേവറേറ്റ് ഒരു കളർ. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ടായിരിക്കാം. ടോക്കറ്റീവ്, വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ടോക്കറ്റീവായ വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നൊരു ക്ലൂ ആണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ 1 വീക്സ്, ഒരു 1 വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.